യമൻ രാജ്യത്തിന് നന്ദി പറയുകയാണ് സനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി. അധികൃതരുടെ കൃപയാൽ മകൾ സുഖമായിരിക്കണമെന്ന് ദീർഘകാലത്തെ ആഗ്രഹം പൂർത്തീകരിച്ച് ആ അമ്മ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം മകളെ ജയിലിൽ വെച്ച് കണ്ടപ്പോഴുണ്ടായ വൈകാരിക നിമിഷങ്ങളെക്കുറിച്ച് പങ്കുവച്ചത് ഇങ്ങനെയായിരുന്നു. ജയിലിൽ വെച്ച് കണ്ടപ്പോൾ നിമിഷപ്രിയ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. കല്യാണം കഴിച്ചു പോയ ശേഷം ആദ്യമായാണ് മകളെ കാണുന്നത്. ഭക്ഷണം കൊണ്ടുവന്നപ്പോൾ പരസ്പരം വിളമ്പി കഴിച്ചു. സഹതടവുകാരെയും ജയിൽ ഉദ്യോഗസ്ഥരെയും നിമിഷ പരിചയപ്പെടുത്തിയെന്നും പ്രേമകുമാരി പറഞ്ഞു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സാനയിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയ അമ്മ പ്രേമകുമാരിയെ കാണുന്നത് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരായ നാഫയ്ക്കും ദുഹയ്ക്കും മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോമിനുമൊപ്പമാണ് നിമിഷയെ കാണാനായി പ്രേമകുമാരി ജയിലിലെത്തിയത്. വളരെ വൈകാരിക നിമിഷമായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയെന്ന് സാമുൽ ജെറോം അറിയിച്ചു. ജയിലിന്റെ അകത്തേക്ക് ഫോൺ കയറ്റാൻ അനുവാദമില്ലായിരുന്നു. അകത്ത് കയറിയപ്പോൾ ഒരു സ്വകാര്യ ഇടം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നാലെ നിമിഷയെ എത്തിച്ചു. വളരെ വികാരനിർഭര നിമിഷങ്ങളായിരുന്നു അത്. അമ്മയ്ക്ക് കുറച്ച് സമയം നിമിഷയ്ക്കൊപ്പം ചെലവഴിക്കണമെന്ന് അവർ അറിയിച്ചു. അതുകൊണ്ട് എംബസി ഉദ്യോഗസ്ഥരും ഞാനും പുറത്തേക്ക് ഇറങ്ങി. അവർക്ക് ഉച്ചഭക്ഷണം വാങ്ങി അകത്തേക്ക് കൊടുത്തയച്ചു. പിന്നീട് ഉദ്യോഗസ്ഥരെ തിരിച്ച് എംബസിയിൽ വിടാനായി ഞാനും അവർക്കൊപ്പം ഇറങ്ങി. ഇനി തിരിച്ചു ചെന്ന് നിമിഷയുടെ അമ്മയുമായി താമസ സ്ഥലത്തേക്ക് പോകണമെന്നായിരുന്നു സാമുൽ ജെറോം അറിയിച്ചത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:30യോടെയാണ് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി മകളെ കാണാൻ ജയിലിലെത്തിയത്. വൈകുന്നേരം 5:30 വരെ അവർ മകൾക്കൊപ്പം തുടർന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. പിന്നീട് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിലെ കോർ കമ്മിറ്റി യോഗത്തിലും പ്രേമകുമാരി പങ്കെടുത്തു. 2012-ലാണ് മകളെ പ്രേമകുമാരി അവസാനമായി കണ്ടത്. ഇന്നലെ രാവിലെ ഇന്ത്യൻ സമയം 11 മണിയോടെ റോഡ് മാർഗം ഏതനിൽ നിന്ന് സനയിലെത്തിയ പ്രേമകുമാരി മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുൽ ജെറോം വഴിയാണ് ജയിൽ അധികൃതർക്ക് അപേക്ഷ നൽകിയത്. 2017 ജൂലൈ 25-ന് യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ മൃതദേഹം വീടിന് മുകളിലെ ജലസംഭരണിയിൽ ഒളിപ്പിച്ചുവെന്ന കേസിലാണ് നിമിഷയെ വധശിക്ഷയ്ക്ക് വിധിച്ചത്. നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന യുവാവ് പാസ്പോർട്ട് പിടിച്ചെടുത്ത് ഭാര്യ അയക്കി വയ്ക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ക്രൂരമായ പീഡനത്തിനിരയായിരുന്ന നിമിഷ ക്ലിനിക്കിൽ ജോലി ചെയ്തിരുന്ന യുവതിയുടെയും മറ്റൊരു യുവാവിന്റെ നിർദ്ദേശപ്രകാരം അമിത ഡോസ് മരുന്ന് കുത്തിവെച്ചത് മരണത്തിന് ഇടയാക്കുകയായിരുന്നു. മരുന്ന് കുത്തിവെക്കുന്നതിന് സഹായിച്ച തദ്ദേശീയായ നഴ്സ് ഹാൻ ഇതേ ജയിലിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ നാട് ഹൂതി വിമതരായ ഇസ്ലാമിക ഗോത്രവർഗ്ഗക്കാരുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമാണ്. കടുത്ത ഇസ്ലാം വിഭാഗമാണ് ഇവർ. അതുകൊണ്ട് തന്നെ കൊലപാതകത്തിനേക്കാൾ കൂടുതൽ ഇവരെ പ്രകോപിപ്പിക്കുന്നത് കൊലപാതക ശേഷം മൃതദേഹം വികൃതമാക്കിയെന്ന കുറ്റമാണ്. ദയാദനം സ്വീകരിക്കുന്ന കാലത്ത് തലാലിന്റെ കുടുംബത്തിലെ 2 അംഗങ്ങളായിരുന്നു എതിർ നിന്നിരുന്നത്. ഈ 2 പേരൊഴികെ മറ്റുള്ളവരുടെ സമ്മതം ലഭിച്ചിരുന്നു. ഇനി മോചനം സംബന്ധിച്ചുള്ള ചർച്ചകൾ ഊർജിതമാക്കാനാണ് ശ്രമം. ഉടൻ തന്നെ കൊല്ലപ്പെട്ട യമൻ പൗരന് കുടുംബവുമായും ഗോത്രവർഗ നേതാക്കളുമായും കൂടിക്കാഴ്ചയ്ക്കാണ് ശ്രമം. യമനിലെ നിയമപ്രകാരം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ പ്രതിക്ക് ശിക്ഷ ഇളവ് ലഭിക്കും.